ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 ഫൈൻ പി ഓഫ് 1. നമ്മൾ സെയിം ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തിനാ ഇത് കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. എന്താ നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് എനിക്കറിയാം നിങ്ങൾ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ ചെയ്യുകയല്ല അല്ലേ, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനുള്ള വഴി എന്തേ ഉള്ളൂ, നിങ്ങൾ പഠിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കൂടുതൽ പ്രോബ്ലം തരിക സെയിം ടൈപ്പ്. അപ്പോൾ അത് പഠിച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പി ഓഫ് എക്സ് എഴുതാൻ പോവാണ്. പി ഓഫ് എക്സ് എത്രയാ തന്നേക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് 1. ഇപ്പൊ ഞാൻ ചെയ്തതിനെക്കാട്ടി സ്പീഡിലായിരിക്കും നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സിന്റെ സ്ഥാനത്തെല്ലാം 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 5 ഈക്വൽ 1ന്റെ സ്ക്വയർ 1, 3 ഇൻറ്റു 1 3 മൈനസ് പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം മൈനസ് പ്ലസ് 5. ഓക്കെ, അപ്പം എത്ര വരും? പ്ലസ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം. പ്ലസ് 1ഉം പ്ലസ് 5ഉം. അപ്പം എത്ര വരും? 6 മൈനസ് 3. 6 മൈനസ് 3 എത്രയാണ്? 3. 6 മൈനസ് 3 3 ആണ്. ആണല്ലോ. എങ്ങനെ വന്നു? പ്ലസ് മൈനസ്. പ്ലസ് മൈനസ് വന്നാൽ മൈനസ് ചെയ്തു, വലുതിൻ്റെ സൈൻ പ്ലസ്. നമ്മൾ എപ്പോഴും ഇത് പറയണല്ലോ, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചു. അപ്പോൾ എത്ര കിട്ടി? പി ഓഫ് 1ന്റെ ആൻസർ കിട്ടി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുത്തെഴുതണം. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 3. വെറുതെ കാൽക്കുലേഷൻ മാത്രം ചെയ്തിട്ടാ പോരാ. ഇനി സെക്കൻഡ് നോക്കിയേ, റൈറ്റ് മുമ്പത്തെ പോലെ തന്നെ റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ. ഒരെണ്ണം മതിയേ. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1. ഒരെണ്ണം എഴുതാനാ പറഞ്ഞേ. ഞാൻ പറയായിരുന്നു എളുപ്പമല്ലേ, കൂടുതലൊന്നും നോക്കണ്ട. ഏതാണ്? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എന്നാ പറഞ്ഞേ. അപ്പൊ അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും എക്സ് മൈനസ് 1. എന്തായാലും ഒരു ഫാക്ടർ ആയിരിക്കും എക്സ് മൈനസ് 1. ഈ 1 ആണ് -1 ആയിട്ട് ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? കൂടുതലൊന്നും ആലോചിക്കേണ്ട. അതെങ്ങനെ വന്നതെന്ന് നിങ്ങൾ കൂടുതലായിട്ട് പോകണ്ട. അത് നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണം. ഇതാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യിക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം എക്സ് മൈനസ് 1. ഓക്കെ, ഇനി നമുക്ക് തേർഡ് പാർട്ട് ചെയ്യാം. 3 ചോദിച്ചിരിക്കുന്നത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1നെ അതിന്റെ എത്ര ഫാക്ടേഴ്സ് എഴുതാനാണ്? ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. 2 എണ്ണം. ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പി ഓഫ് എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 ആണ് പി ഓഫ് എക്സ്. അതിൽ നിന്ന് പി ഓഫ് 1 മൈനസ് ചെയ്യാം. പി ഓഫ് 1 എത്രയാണ് നമുക്ക് കിട്ടിയായിരുന്നു? 3 ആണെന്ന് കിട്ടിയായിരുന്നു കേട്ടോ. നമുക്കത് മൈനസ് ചെയ്യാം. എഴുതാക്കോ. ഇവിടെ എക്സ് സ്ക്വയറും എല്ലാം വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എക്സ് സ്ക്വയർ എക്സ് ടേം വേറെ ഇല്ല. അതുപോലെ പ്ലസ് 5 മൈനസ് 3. പ്ലസ് മൈനസും വന്നാൽ മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ +2 അല്ലേ, വലുത് 5 അല്ലേ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ പോളിനോമിയൽ. ഇനി ഇവിടെ ഇതുപോലെ തന്നെ ഏതാ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതട്ടെ. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2. ഇത് എ പ്ലസ് ബി, ഇത് എ ബി. അപ്പം എ ബി എത്രയാ? എ ബി 2 വരണം. എ പ്ലസ് ബി എത്ര വരണം? -3 വരണം. ആണോ? പറ. അപ്പൊ ആദ്യം നമ്മൾ എപ്പോഴും സംഖ്യകൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഇതെടുത്തിട്ട് സംഖ്യകൾ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളൂ. അപ്പൊ എ ബി ഏതൊക്കെ സംഖ്യ നമ്മൾ ഇൻറ്റു ചെയ്താൽ 2 വരും? ഒരെണ്ണമേ ഉള്ളൂ. 1 × 2 വേറെ ഒന്നുമില്ല. 2 ആണല്ലോ. ഞാൻ പറഞ്ഞ പോലെ എ ബി പോസിറ്റീവും എ പ്ലസ് ബി നെഗറ്റീവും വന്നാൽ രണ്ടും എന്തായിട്ട് എടുത്താൽ മതി? മൈനസ്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നായിരിക്കും? -1ഉം -2. കണ്ടോ? -1 × -2 +2. മൈനസും മൈനസും പ്ലസ് ആയിപ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. -1 -2 രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നാൽ പ്ലസ് ചെയ്തിട്ട് ആരുടെ സൈൻ കൊടുക്കണം? മൈനസ് സൈൻ. കിട്ടിയില്ലേ നമ്മുടെ ഇത് രണ്ടും? കണ്ടോ? അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാണ്? എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 2. അപ്പൊ നമുക്ക് എഴുതാം പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ആൻഡ് എക്സ് മൈനസ് 1. ഇവിടെ നമുക്ക് കിട്ടിയില്ലേ? തീർന്നില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. ആൻഡ് ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന്. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതട്ടെ. എന്തായിട്ട് എഴുതണം? ഈ സൊല്യൂഷൻ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 0 ആയിട്ട് കണ്ടുപിടിക്കണം. ഈ ഇത് വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക്
പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നല്ലോ പി ഓഫ് എക്സ് മൈനസ് അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ കിട്ടിയായിരുന്നു? എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 1ഉം. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ആയിട്ട് കിട്ടിയായിരുന്നു. അതെങ്ങനെ കിട്ടിയത്? അതായത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിലെ ഫാക്ടേഴ്സ്, അതായത് സെക്കൻഡ് പാർട്ടില് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയായിരുന്നു? എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 1ഉം കിട്ടിയായിരുന്നു. അപ്പൊ അതാണ് ഈ എടുത്ത് എഴുതിയിരിക്കുന്നത്. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വണ്ണിന്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. therefore എക്സ് ഇസ് ഈക്വൽ ടു, എക്സിന് ഒറ്റയ്ക്കാക്കും, -2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്നാ സംഭവിക്കും? ഇവിടെ -2 ആണ്, ഇപ്പുറത്ത് വരുമ്പം +2 ആകും, അതായത് 2. എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി? 2. കൂടുതലൊന്നും പോകണ്ട, -2 അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആയി, ഇവിടെ 0 ആഡ് ചെയ്യൊന്നും വേണ്ടല്ലോ. അതേപോലെ എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. എക്സ് ഒറ്റയ്ക്കാക്കിക്കേ, -1 അപ്പുറത്ത് പോകുമ്പോൾ +1. therefore എക്സ് ഇസ് ഈക്വൽ ടു 1. therefore the solutions are എന്തൊക്കെയാ സൊല്യൂഷൻ? 2 and 1. അതായത് ഇതിന്റെ എക്സിന്റെ സൊല്യൂഷൻസ് ഏതൊക്കെ വരും? 2 and 1. ഇത് അതിന്റെ തേർഡ് പാർട്ട് ആയത് കണ്ടോ. ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ ഇസ് ഈക്വൽ ടു 0. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫാക്ടർ നമ്മൾ സെക്കൻഡിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഏതൊക്കെയാണ്? എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 1 എന്ന് കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അതിൽ നിന്ന് എക്സ് മൈനസ് 2 ഓരോന്ന് എടുത്തെഴുതുക. എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0, അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചു. അതുപോലെ എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0, അതിനകത്തുനിന്ന് എക്സ് കണ്ടുപിടിച്ചു. അപ്പൊ അതിന്റെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? 2 and 1 ആർ ദ സൊല്യൂഷൻ അല്ലേ. കഴിഞ്ഞ ദിവസത്തെ കണ്ട ശകലം കൂടുതൽ വന്നു, വേറൊരു ഭാഗം വന്നു. അങ്ങനെ ഓരോ ക്വസ്റ്റിനും നമ്മൾ പുതിയ പുതിയ വേർഷൻസ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടതിന്റെ ബാക്കിയായിട്ടല്ല, വേറൊരെണ്ണം കൂടെ കണ്ടുപിടിക്കും. പിന്നെ അതൊരു പുതിയൊരു ക്വസ്റ്റിനും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. എന്നിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഫുൾ മാർക്ക് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരാവുള്ളൂ. എക്സാം കഴിയുമ്പോൾ എല്ലാവരും എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ, ഫുൾ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.